ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ അല്ലേ, നമ്മളെ സബ് സ്റ്റാഫ് പ്രൊമോഷൻ ടെസ്റ്റ്. നിങ്ങളിൽ പലരും അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, അപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും അറിയാം. അപ്പോൾ ഇനിയുള്ള സമയം അധികം വൈകാതെ തന്നെ എക്സാം ഒക്കെ വരും. ഇനി അധികം സമയം നമുക്ക് മാറ്റി വെക്കാനില്ല. നമ്മളെ പഠനം ഇന്ന് നാളെ ആവട്ടെ എന്ന് വെച്ചിട്ട് അല്ലേ, നമ്മൾ എന്ത് ചെയ്യണം, ഉടൻ തന്നെ പഠിക്കാൻ ആരംഭിക്കണം. നിങ്ങൾക്കറിയാം, കഴിഞ്ഞൊരു സബ് സ്റ്റാഫ് പ്രൊമോഷൻ ടെസ്റ്റ് എക്സാം നടന്നപ്പോൾ അധികം ബുദ്ധിമുട്ടിക്കാത്ത തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു വന്നിരുന്നത് അല്ലെ. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, നമ്മളൊന്ന് പഠിച്ച് തുടങ്ങി ഒരു ട്രാക്കിലേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളും ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അധികം ടെൻഷൻ ഇല്ലാതെ. പലർക്കും അതായത് കഴിഞ്ഞൊരു എക്സാമിന് പല കുട്ടികളും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു ടെൻഷനുള്ള എക്സാം, അതായത് ടെൻഷനാണ് എക്സാമിന് പോകുന്നതിന് മുന്നേ. പക്ഷേ എക്സാമിന് ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞു, എക്സാം ഹാളിൽ വളരെ ഹാപ്പി ആയിട്ടാണ് അവരെന്ത് ചെയ്തത്, പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ വളരെ എളുപ്പത്തിലായിരുന്നു എല്ലാ ചോദ്യങ്ങളും എന്ന് നമുക്ക് അറിയാൻ പറ്റി. കാരണം അതിനനുസരിച്ചുള്ള ഒരു പഠനം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കഴിഞ്ഞൊരു എക്സാമിന് ചോദിച്ച കുറച്ച് ഏരിയ, ബാങ്കിങ്ങിന്റെ ഏരിയ എന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മളെ പഠനവും നല്ല രീതിയിൽ ഇതിന്റെ കൂടെ മുന്നോട്ട് പോകണം. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കാം. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മളെ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. കഴിഞ്ഞൊരു എക്സാമിന് ചോദിച്ച, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ഫ്രം ദി ഫോളോയിങ് ചൂസ് എ ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ് ആണ്. താഴെ പറഞ്ഞു കഴിഞ്ഞാൽ താഴെ കൊടുത്തിരിക്കുന്നവർ ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഫിക്സഡ് ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ് അഥവാ RD, എന്താണ് എൻഡോമെന്റ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ കാസ, CASA അല്ലെങ്കിൽ കാസ ഡെപ്പോസിറ്റ്, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. മക്കൾ ഏതായിരിക്കും വരിക? ഈസിയുള്ള ചോദ്യമാണ്, നമുക്ക് മനസ്സിലാവും. അവിടെ ഏതാണ് അല്ലെ, കാസയാണ് അല്ലെ, CASA അഥവാ കാസ ഡെപ്പോസിറ്റ് ആണ്. അവിടെ ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ് എന്നും കൂടി അവിടെ പറയുന്നത് അല്ലെ. ഇതാ ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ് എന്നും കൂടി പറയുന്നത് അല്ലെ. ഓക്കെ, ദ സർക്കുലേഷൻ പീരീഡ് ഓഫ് എ ചെക്ക് ഈസ്, അതായത് ഒരു ചെക്കിന്റെ സർക്കുലേഷൻ പീരീഡ് അല്ലെങ്കിൽ ഒരു ചെക്കിന്റെ വാലിഡിറ്റി പീരീഡ് നമുക്ക് പറയാം. അപ്പൊ അവിടെ ഒരു വാക്ക് കണ്ടിട്ട് എന്ത് ചെയ്യണ്ട, പിന്നെ തെറ്റിദ്ധരിക്കണ്ട. വാലിഡിറ്റി പീരീഡ് കൂടി അവിടെ നമുക്ക് വേണം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പറയാൻ വേണ്ടി പറ്റും അല്ലെ. ചെക്കിന്റെ വാലിഡിറ്റി പീരീഡ് ഈസിയുള്ള ചോദ്യമാണ്. ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ ഈസി ആയിട്ടും അവർക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം കൂടിയാണ് ഇത് അല്ലെ. വളരെ എളുപ്പത്തിലും ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ് ഇത്. എത്രയാണ് ഒരു ചെക്കിന്റെ വാലിഡിറ്റി പീരീഡ് അല്ലെങ്കിൽ സർക്കുലേഷൻ പീരീഡ് എന്ന് പറയുന്നത് 3 മാസമാണ് അല്ലെ. എത്രയാണ്? 3 മാസമാണ് വരുന്നത് അല്ലെ. എത്രയാണ് മക്കളെ? 3 മാസമാണ് വരുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. കാരണം ഇത്തരത്തിലുള്ള നിങ്ങളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട, നമ്മൾ ഡേ ടു ഡേ നിങ്ങൾ ജോലിയിൽ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അത് നിങ്ങൾ ചെയ്യുന്നുണ്ടാവും ഓക്കെ ആയിട്ട്. പക്ഷെ അതിന്റെ അക്കാദമിക് തലത്തിലേക്ക് വരുമ്പോൾ ചിലപ്പം ഡൗട്ടുകളോ മറ്റോ കാര്യങ്ങൾ വരാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. എത്രയാണ്? 3 മന്ത് ആണ് അല്ലെ. എത്രയാണ് മക്കളെ? 3 മന്ത് ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കിയേ. RBI ആക്ട് വാസ് പാസ്ഡ് ഇൻ. RBI ആക്ട് എപ്പോഴാണ് പാസ് ചെയ്തിരിക്കുന്ന ചോദ്യം. RBI ആക്ട് 4 വർഷം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1935, 34, 49, 55 എന്നിങ്ങനെ 4 വർഷം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം RBI എപ്പോഴാണ് വന്നതെന്നല്ല. അതുകൊണ്ടാണ് ഇവിടെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. RBI എപ്പോ വന്നു എന്നല്ല ചോദിക്കുന്നത്, RBIയുടെ ആക്ട് എപ്പോ വന്നു എന്നാണ് ചോദിക്കുന്നത് അല്ലെ. അപ്പോ RBI എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ നേരെ എന്തുകൊണ്ട് എഴുതും? 1935 എഴുതിയാൽ അവിടെ എന്താണ്? തെറ്റാണ്. 1935 എഴുതിയാൽ അവിടെ എന്താണ്? തെറ്റാണ് അല്ലെ. അവിടെ നമ്മൾ ഏതാ എഴുതേണ്ടത്? RBI ആക്ട് വന്നിരിക്കുന്നത് 1934ലാണ്. 1934ലാണ് RBI ആക്ട് വന്ന്. പിന്നീട് 1935ലാണ് എന്തത്, RBI എസ്റ്റാബ്ലിഷ് ആയത്. അപ്പോൾ ഇവിടെ RBI എന്ന് കാണുമ്പോൾ തന്നെ 35 എഴുതരുത്, തെറ്റും. RBI ആക്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആൻസർ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, അടുത്തൊരു ചോദ്യം. ഹൂ ക്യാൻ ക്രോസ് എ ചെക്ക്? ഒരു ചെക്ക് ആർക്കാണ് ക്രോസ് ചെയ്യാൻ വേണ്ടി പറ്റുക? ഇതാണ് ചോദ്യം. നോക്കി, അവിടെ 4 ഉണ്ട്. ഡ്രോയർ ഉണ്ട്, ഹോൾഡർ ഉണ്ട്, കളക്ടിങ് ബാങ്കർ ഉണ്ട്, ഓൾ ദി എബോവ് ഉണ്ട് അല്ലെ. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ദിവസം തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ചെക്കുകൾ അല്ലെ, ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചെക്കുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന ആളാണ്. കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. എന്താണ്? യെസ്, D ആണ് അല്ലെ. ഓൾ ദി എബോവ് ആണ്. ഏതാണ്? D ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. ഓക്കെ, ദ ഡ്രോയി ഓഫ് എ ചെക്ക് ഈസ് ഓൾവേസ്. അതായത് ഒരു ചെക്കിന്റെ ഡ്രോയി എന്ന് പറയുന്ന അയാള് ആരായിരിക്കും എന്നാണ് ചോദ്യം വരുന്നത്. ഏജന്റ്, ഗ്യാരണ്ടർ, ബാങ്കർ ആൻഡ് കസ്റ്റമർ. ഇത് നമ്മൾ നിങ്ങളോട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആരാണ്? യെസ്, ബാങ്കർ ആണ് അല്ലെ. അതായത് ഡ്രോയി എന്ന് പറയുന്ന ആരായിരിക്കും? അവിടെ ബാങ്കർ ആയിരിക്കും. ഡ്രോയി എന്ന് പറയുന്നത് ബാങ്കർ ആയിരിക്കും അല്ലെ. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന്, അതായത് ഇതൊക്കെ പ്രീവിയസ് ഇയറിലായിട്ട് നമ്മളോട് ചോദിച്ച ചോദ്യങ്ങളാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് കഴിഞ്ഞ ഇയറിൽ ചോദിച്ചത് എന്ന് വിചാരിച്ച് അത് മാത്രമേ ചോദിക്കാവൂ നമ്മൾ വിചാരിക്കണ്ട. നമ്മളെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള നല്ല ഡെപ്ത് ആയിട്ടുള്ള പഠനം തന്നെ വെക്കണം. കാരണം എന്താ വെച്ചാൽ ഇനി വരാനുള്ള മറ്റേതെങ്കിലും എക്സാമുകൾ ഉണ്ടെങ്കിൽ അതിനും കൂടി നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ബേസ് ഈ ഒരു എക്സാമിന്റെ പ്രിപ്പറേഷനിൽ നമ്മൾ കരുതണം.
അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രിപ്പറേഷൻ വരാൻ പോകുന്ന സബ് സ്റ്റാഫ് പ്രൊമോഷൻ ടെസ്റ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. എക്സാമിനോട് അടുപ്പിച്ച് നമുക്ക് ലൈവ് സെഷനിലായിട്ടും മാരത്തോൺ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മളെ ഈ സബ് സ്റ്റാഫ് പ്രൊമോഷൻ ടെസ്റ്റിന്റെ കഴിഞ്ഞൊരു ബാച്ചിൽ ഒരുപാട് കുട്ടികൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ നമുക്ക് ഏതാണ്ട് 100% വിജയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, സബ് സ്റ്റാഫ് പ്രൊമോഷൻ ടെസ്റ്റ് നമുക്ക് കാഴ്ചവെക്കാൻ വേണ്ടി പറ്റി. അതേ കോൺഫിഡൻസോട് കൂടിയുള്ള അല്ലെങ്കിൽ അതേ ടീം തന്നെയാണ് ഇപ്പോഴും നമ്മളെ കൂടെ ഈ ഒരു പുതിയ സബ് സ്റ്റാഫ് പ്രൊമോഷൻ ടെസ്റ്റിന് വേണ്ടി നിങ്ങളെ സഹായിക്കാൻ എത്തുന്നത്. അപ്പോൾ നമ്മളെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സബ് സ്റ്റാഫിന്റെ. അപ്പോൾ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും വേണ്ടി അവിടെ ബോർഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ താഴെ ഞങ്ങളൊരു ഗൂഗിൾ ഫോം കൊടുക്കാം. ഈ ഗൂഗിൾ ഫോം ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. കൂടാതെ നമ്മളെ ഫ്രീ ഗ്രൂപ്പ് അല്ലെ, നമ്മളെ ഫ്രീ ഗ്രൂപ്പ് ഉണ്ട്. ആ ഫ്രീ ഗ്രൂപ്പിൽ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടും അതുപോലെ PYQകൾ, അതേപോലെ തന്നെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നോട്ടുകൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളെ ഫ്രീ ഗ്രൂപ്പിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രീ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഇതൊക്കെയാണ് പറയാനുള്ളത്. ഇനി അടുത്ത ദിവസം നമുക്ക് കൂടുതൽ PYQകൾ ഓരോ ഏരിയയുടെയും, അതിപ്പോൾ ബാങ്കിങ് മാത്രമല്ല, അക്കൗണ്ടൻസി ആയിക്കോട്ടെ, കോർപ്പറേഷൻ ആയിക്കോട്ടെ, കോപ്പറേറ്റീവ് ലോ ആയിക്കോട്ടെ അല്ലെ, ഇങ്ങനെയുള്ള പല ടോപ്പിക്കിന്റെയും നമുക്ക് PYQ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഒന്നുകൂടി പറയട്ടെ, നമ്മളെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും വേണ്ടി നമ്മളെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതാണ് ഇപ്പോൾ പറയാനുള്ളത്. അടുത്ത ദിവസം അടുത്ത ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട MCQ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.